പാകിസ്ഥാൻ മണ്ണിൽ വ്യോമാക്രമണം നടത്തി പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ തിരിച്ചടി 1972 സിംല കരാറിനു ശേഷം ആദ്യമായാണ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നത്. ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ചതായി പാകിസ്ഥാൻ സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ സ്ഥിരീകരിച്ചിരുന്നു. പൂർണ്ണമായും പാകിസ്ഥാന്റെ അധീനതയിലുള്ള ബാൽക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് താവളങ്ങളിലായിരുന്നു ആക്രമണം. 200 മുതൽ 300 വരെ ഭീകരർ കൊല്ലപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. 5 പാകിസ്ഥാൻ സൈനികരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അനിവാര്യമായ നടപടിയാണ് ഇന്ത്യ ചെയ്തതെന്നും പ്രധാനമന്ത്രിയാണ് നിർദ്ദേശം നൽകിയതെന്നും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. അപ്പോഴും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്ഥിരീകരണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന വിശദീകരണം എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു ആക്രമണത്തിന് ഇന്ത്യ ശ്രമിച്ചു, പക്ഷേ അവർ പ്രതിരോധിച്ചു, ഇന്ത്യൻ വിമാനങ്ങൾ തിരികെ പോയി എന്ന രീതിയിലാണ്. മറ്റു നാശനഷ്ടങ്ങൾ, മരണം അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനും സ്ഥിരീകരിക്കുന്നില്ല. പാകിസ്ഥാന്റെ മണ്ണിൽ നടന്ന വലിയ ആക്രമണം അത് 23 മിനിറ്റ് നീണ്ടുനിന്നു. ഇന്ത്യ ആക്രമണത്തിന് ഉപയോഗിച്ചത് 23 മിനിറ്റാണ്. 12 മിറാഷ് വിമാനങ്ങൾ എയർ മാർഷൽ could not come here because of certain air marshal nahi aa paaye due to certain official engagements in Delhi. Reason I will not be able to comment at this stage. जो strikes आ रहे हैं उसके news हमें भी अभी मिल रहा है via media of news. I think it will be better to wait for the official statement of the Ministry of Defence where factual data can be verified. लेकिन आपने सर यहाँ पे अलर्ट घोषित कर दिया. All IF bases have been on alert after Pulwama. All IF bases have been on alert, and despite the runway works at Chandigarh, we have been on alert to put emergency kerosene lights if required to affect aircraft operations. But the alert has started right after our CRPF brothers were martyred at Pulwama. कुछ इन्फॉर्मेशन शेयर कर पाएंगे कि कहां से प्लेन्स ने टेक ऑफ किया था? जो मिराज है, मिराज. As of now, everything, whatever has happened, the clarity of this will be provided by Ministry of Defence. What I can say is there was no fighter aircraft that got airborne from my base. Do you think that you have to be more alerted because of proximity to Punjab? More alert? Yeah. Yes, we are at top alert after Pulwama. We are at top alert. All air bases, especially in Punjab and Jammu and Kashmir, are on top alert from any kind of terrorist threat. And we were already on alert, and we have increased the alert level after Pulwama. We will see what exactly are these strikes all about once we also get data, because this strikes, if it was, whatever it was, even we will get information only when it comes officially. Like I said, no fighter aircraft has been launched from my base. Air Commodore Srini. രഞ്ജിത്ത്, വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞത്, കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് എല്ലാ എയർബേസുകളും, അതായത് പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് പഞ്ചാബ് കശ്മീർ അതിർത്തിയിലുള്ള മുഴുവൻ എയർബേസുകളിലും ഹൈ അലേർട്ട് തന്നെയാണ് നൽകിയിരുന്നത്. അദ്ദേഹത്തിന്റെ എയർബേസിൽ നിന്നും ഇന്ന് രാവിലെ വിമാനങ്ങളൊന്നും പറന്നു പൊങ്ങിയിട്ടില്ല എന്ന് മാത്രമാണ് ഈ എയർ കോമഡോർ പറയാൻ ശ്രമിച്ചതും അദ്ദേഹം പറഞ്ഞതും. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല. അത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും അത് സംബന്ധിച്ചുള്ള വ്യക്തത വരട്ടെ, അതുവരെ കാത്തിരിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്തരം ഒരു ആക്രമണം നടന്നതായിട്ട് അല്ലെങ്കിൽ നടന്നിട്ടില്ല എന്ന് നിഷേധിക്കാൻ എന്തായാലും വ്യോമസേനയുടെ ഭാഗത്തു നിന്നും ഒരു നിഷേധക്കുറിപ്പും ഉണ്ടായിട്ടില്ല. ആക്രമണത്തിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും പറയുന്നവരെ കാത്തിരിക്കുന്നു മാത്രമാണ്. എയർ കമാൻഡർ ശ്രീനിവാസൻ ആണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയത്. ഈ മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഔദ്യോഗികമായി ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുക, അത് മാധ്യമങ്ങളോട് പറയുക, അക്കാര്യത്തിലൊക്കെ ഒരു ഈ പറഞ്ഞതുപോലെ തീർച്ചയായും അതിനെല്ലാം രഞ്ജിത്ത്, അതിനെല്ലാം ഒരു തീരുമാനങ്ങളുണ്ട്. അതായത് വ്യോമസേനയുടെ കാര്യങ്ങളിൽ ആര് പറയണം, ഇത്തരം പ്രത്യേകിച്ച് ഇത് വളരെ അതീവ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആര് പറയണം, ഏത് തലത്തിൽ വരെ പറയണം, എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്ന കാര്യത്തിലെല്ലാം പ്രത്യേകിച്ചും തീരുമാനങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ തയ്യാറാകാതിരുന്നത്. അദ്ദേഹത്തിന്റെ ബേസിലുണ്ടായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരുന്ന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ഏതായാലും 11:30 വിദേശകാര്യ വക്താവിന്റെ വാർത്താ സമ്മേളനമുണ്ട്. അവിടെ വ്യക്തതയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയും. അതിപ്പോൾ ഈ എയർ സ്ട്രൈക്കിന്റെ പ്രിസൈസ് ടു ദി പോയിന്റ് കാര്യങ്ങളാകുമോ എന്ന കാര്യം ഉറപ്പില്ല. പക്ഷേ എന്തായാലും ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം എസ് ജയശങ്കർ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും 11:30. അത്തരത്തിലാണ് കാര്യങ്ങൾ. 12 മിറാഷ് വിമാനങ്ങൾ ഉപയോഗിച്ച് ബാൽക്കോട്ടിൽ ആക്രമണം നടത്തി സ്ഥിരീകരിച്ച് പാക് സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂറും അല്പസമയം മുമ്പ്
വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. പാക് അധിനിവേശ കശ്മീരിന് അപ്പുറത്തേക്ക് ഇന്ത്യയുടെ ആദ്യ ആക്രമണം നടന്നത് 1972 ശേഷം ആദ്യമായാണ്. 740 കിലോമീറ്റർ ദൂരമുണ്ട് ഡൽഹിയിൽ നിന്ന് ബാൽക്കോട്ടിലേക്ക്. 200 കിലോമീറ്ററാണ് ഇസ്ലാമാബാദ് ബാൽക്കോട്ടിലേക്ക്. പക്ഷേ അതിർത്തിയിൽ നിന്ന് 3-4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ചെറിയ ഗ്രാമം എന്ന രീതിയിലാണ് ബാൽക്കോട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോഴും ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന താവളമാണ്. കൻഹാൻ നദിയുടെ തീരത്ത് പൂർണ്ണമായും പാക് അധീനതയിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായി തന്നെ പ്രവർത്തിക്കുന്ന ബാൽക്കോട്ട് എന്ന സ്ഥലമാണ് ഇന്ത്യൻ വ്യോമസേന ഇത്തരത്തിൽ ഉള്ള തിരിച്ചടിക്കായി തിരഞ്ഞെടുത്തത്. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ദില്ലിയിൽ നിന്ന്. ഉണ്ണി, ഈ 11:30ക്കുള്ള വാർത്താ സമ്മേളനം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം ഈ വിഷയത്തിൽ ഉണ്ടാകാത്ത ഒരു പശ്ചാത്തലത്തിൽ അതിൽ ഈ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കും എന്ന് കരുതാമോ? കൂടുതൽ സ്ഥിരീകരണങ്ങൾ, വിവരങ്ങൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, അതായത് 11:30 മണിക്കുള്ള വാർത്താ സമ്മേളനം അത് നേരത്തെ നിശ്ചയിച്ച വാർത്താ സമ്മേളനമായിരുന്നില്ല. മറിച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതിയുടെ യോഗത്തിന് ശേഷമാണ് അങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിന്റെ അറിയിപ്പ് വരുന്നത്. കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ നടത്തുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജവഹർലാൽ നെഹ്റു ഭവനിലെ കാര്യാലയത്തിലാണ് ഈ വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. 11:30 വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറിക്കൊപ്പം വ്യോമസേനയുടെയോ സൈന്യത്തിന്റെയോ മറ്റ് പ്രതിനിധികൾ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കില്ല എന്ന കാര്യവും ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വിജയ് ഗോഖലെ വിദേശകാര്യ സെക്രട്ടറി അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതിയുടെ യോഗത്തിൽ പങ്കെടുത്തതാണ്. ആ സമിതി യോഗത്തിന്റെ ചിത്രം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സമീപത്ത് തന്നെയാണ് വിജയ് ഗോഖലെ ഇരുന്നിരുന്നത്. ആ യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കാനാണ് ഈ വാർത്താ സമ്മേളനം എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. എന്തൊക്കെ വിശദാംശങ്ങൾ പറയും ഈ വാർത്താ സമ്മേളനത്തിൽ എന്ന കാര്യം തന്നെയാണ് നേരത്തെ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അറിയാനുള്ളത്. ഈ സൈനിക ഓപ്പറേഷന്റെ മുഴുവൻ വിശദാംശങ്ങളും വിദേശകാര്യ സെക്രട്ടറി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ പറയുമെന്ന് കരുതാൻ കഴിയുകയില്ല. പക്ഷേ കൃത്യമായി ഭീകര താവളങ്ങൾ നടത്താൻ ഇന്ത്യ നടത്തിയ നീക്കത്തിന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നിഷേധാത്മക കുറിപ്പിനുള്ള മറുപടി അധികം നൽകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. പൂർണ്ണമായ സൈനിക നീക്കത്തിന്റെ വിശദാംശങ്ങൾ ഇല്ല എങ്കിൽ കൂടിയും പാകിസ്ഥാന്റെ ചില വാദങ്ങളും ഇതിനകം തന്നെ സൈനിക വൃത്തങ്ങൾ തകർക്കുന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യൻ വ്യോമ വിമാനങ്ങൾ, പോർ വിമാനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധത്തെ തുടർന്ന് രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതിന് ഇന്ത്യ നൽകുന്ന മറുപടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നീക്കം നടന്നിരുന്നു. പക്ഷേ ഇന്ത്യയുടെ സന്നാഹങ്ങളും ശേഷിയും കണ്ടപ്പോൾ അവർക്ക് ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇന്ത്യൻ സൈന്യം പറയുന്നത്. ഒപ്പം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിലുള്ള പ്രതികരണം കൂടി പുറത്തു വന്നിരിക്കുന്നു. പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹമ്മൂദ് ഖുറേഷി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് താക്കീത് നൽകുകയാണ് പാക് വിദേശകാര്യമന്ത്രി ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനെ വെല്ലുവിളിക്കുകയാണെങ്കിൽ അതിന് തിരിച്ചടി നേരിടേണ്ടി വരും. പാകിസ്ഥാനിൽ നിന്നും യാതൊരു വിധത്തിലുള്ള ഭയവും വേണ്ട അവിടെയുള്ള ആൾക്കാർക്ക്. കാരണം അവിടുത്തെ സൈന്യം ഇന്ത്യക്ക് തിരിച്ചടി നൽകും എന്ന ഒരു വിശദീകരണമാണ് അവരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാൻ ഏത് ബലാക്കോട്ടിലാണ് ആക്രമണം നടന്നതെന്ന കാര്യത്തിലും വിരുദ്ധമായ നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഇസ്ലാമാബാദിനോട് 200 കിലോമീറ്റർ മാത്രം സമീപത്തുള്ള ബലാക്കോട്ടിലല്ല ആക്രമണം നടന്നിരിക്കുന്നത്. കേവലം 4-5 മൈലുകൾ മാത്രം അതിർത്തിയിലെ പാക് അധീന കശ്മീർ മറികടന്നുകൊണ്ടുള്ള ആക്രമണ ശ്രമമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന വിശദീകരണമാണ് പാകിസ്ഥാൻ നൽകുന്നത്. കാരണം പാകിസ്ഥാന്റെ മണ്ണിലുള്ള മേഖലയിലാണ് ആക്രമണം നടന്നിരിക്കുന്നതെന്ന് അവർക്ക് സ്ഥിരീകരിക്കേണ്ടി വന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകും. അതിന് പാകിസ്ഥാന് മറുപടി നൽകേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ പാക് അധീന കശ്മീരിലേക്കാണ് ഈ ഇന്ത്യ വിമാനങ്ങൾ കടന്നു കയറാൻ ശ്രമിച്ചതെന്ന വിശദീകരണമാണ് ഇപ്പോൾ നൽകുന്നത്. രഞ്ജിത്ത്, അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും അതിർത്തിയിൽ സൈന്യം വലിയ ജാഗ്രതയിലാണ്. പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ വലിയ ജാഗ്രത പുലർത്തുന്നു. അത് ഈ പുൽവാമ ആക്രമണത്തിന് ശേഷം പുലർത്തിയ ഒരു ജാഗ്രതയുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നടത്തി വരുന്നു സൈന്യം. ഏത് നിമിഷവും പാകിസ്ഥാൻ ഒരു തിരിച്ചടിക്ക് ശ്രമിച്ചേക്കാം. അതിർത്തി കടന്ന് വ്യോമാക്രമണം ഇന്ത്യ നടത്തിയ പശ്ചാത്തലത്തിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ പുറത്തുവരുന്നു. ഒപ്പം ജെയ്ഷെ ഭീകരരെ അതിർത്തിയിൽ പാകിസ്ഥാൻ പാർപ്പിച്ചിരുന്ന, അവർ കൊണ്ടു നടത്തിയിരുന്ന ജെയ്ഷെ ഭീകരരെ സുരക്ഷിത താവളങ്ങളിലേക്ക് ചിലരെ എങ്കിലും മാറ്റി. ബാലാക്കോട്ട് ഉൾപ്പെടെ 3 ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ, ഹിസ്ബുൾ മുജാഹിദീൻ ക്യാമ്പുകൾ തകർത്തു എന്ന ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തുവരുന്നു. ദൌത്യത്തിൽ പങ്കെടുത്തത് 12 മിറാഷ് യുദ്ധവിമാനങ്ങളാണ്. കാർഗിൽ യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ മിറാഷ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. 1000 കിലോ ബോംബ് വർഷിച്ചു ഈ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ. ഭീകര കേന്ദ്രങ്ങളെ തന്നെ പൂർണ്ണമായും തകർത്തു. ANI ആണ് വ്യോമസേനയെ ഉദ്ധരിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടത് ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ 21 മിനിറ്റ് ആക്രമണം നീണ്ടുനിന്നു എന്ന് പറയുമ്പോഴും അതിന് കൃത്യമായ സൂചനകൾ ലഭിക്കേണ്ടതുണ്ട്. 11:30 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. 21 മിനിറ്റാണ് ഇന്ത്യൻ പോർ വിമാനങ്ങൾ അതിർത്തി കടന്ന് പാകിസ്ഥാനെ അടിച്ചിട്ടത്. ആദ്യ ആക്രമണം നടന്നത് ബാലാക്കോട്ടിൽ തന്നെയാണ്. പിന്നീട്
ബാലാക്കോട്ടിന് ശേഷം 3:45 ആക്രമണം ആരംഭിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. പുലർച്ചെ 3:45 ആക്രമണം ആരംഭിച്ചത്. 3:48 മുതൽ 3:53 വരെ മുസാഫറാബാദിലാണ് ആക്രമണം ഉണ്ടായത്. 3:58 മുതൽ 4:04 വരെ ചക്കോത്തിൽ ആക്രമണം നടത്തി. ചക്കോത്തിയിൽ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചു ഈ ആക്രമണത്തെ എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. പക്ഷേ മിറാഷ് വ്യൂഹം കണ്ടാണ് പാകിസ്ഥാൻ പിന്മാറിയതെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്. മിറാഷ് എന്ന ശക്തമായ ആയുധം ഇന്ത്യയുടെ കയ്യിലുണ്ട്. ആക്രമണം ഏകോപിപ്പിച്ചത് പശ്ചിമ എയർ കമാൻഡാണ് ആക്രമണം ഏകോപിപ്പിച്ചത്. 300 പേർ കൊല്ലപ്പെട്ടു, 300-നടുത്ത് ഭീകരരടക്കം കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ബാലാക്കോട്ടിൽ വൻ നാശനഷ്ടം, പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമമായ ബാലാക്കോട്ടിൽ വൻ നാശനഷ്ടം എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ആക്രമണം, 200 മുതൽ 300 വരെ പേരെ കൊലപ്പെടുത്തക്ക രീതിയിലുള്ള ആക്രമണം, അത് പാകിസ്ഥാൻ സമ്മതിച്ച ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും നാശനഷ്ടം ഉണ്ടായി എന്ന കാര്യത്തിൽ അവർ ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. ഒപ്പം മരണത്തിന്റെ കാര്യത്തിലും അവർ ഇപ്പോൾ കൃത്യമായ വിശദീകരണം നൽകുന്നില്ല. വ്യോമാക്രമണത്തെ ചിത്രങ്ങൾ പാകിസ്ഥാൻ പുറത്തുവിട്ട സാഹചര്യമുണ്ട്. അത് ചില കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളാണ്. മസൂദ് അസറിനെ, ലഷ്കർ ഭീകരൻ മസൂദ് അസറിനെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റി എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനു മുൻപ് തന്നെ റാവൽപിണ്ടിയിലെ ആശുപത്രിയിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. ഇയാളെ അവിടെ നിന്ന് മാറ്റി ബഹാവൽപൂരിലെ താവളത്തിലേക്കാണ് ഇയാളെ മാറ്റിയത് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഇയാൾ ഇന്ത്യയുടെ കണ്ണിലെ കരടാണ്. ഇന്ത്യ ഇയാളെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. സൈന്യം ഏതായാലും അതീവ ജാഗ്രതയിലാണ്. ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ സജ്ജമെന്ന് സൈനിക വൃത്തങ്ങൾ, സേനാവൃത്തങ്ങൾ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവതരമായി മാറുന്നു. പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും അതീവ ജാഗ്രത എന്ന രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ വലിയ ജാഗ്രത പുലർത്തുന്നു. ഇത്തരത്തിൽ വലിയ ജാഗ്രതയിലാണ് സൈന്യം. നമുക്കറിയാം, പാകിസ്ഥാന് ഈ പറഞ്ഞ രീതിയിൽ ഇതിന് ആടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ പ്രത്യാക്രമണം നടത്താനുള്ള യാതൊരു സാഹചര്യവുമില്ല. അതിനുള്ള ധൈര്യവും അവർക്കുണ്ടാകാനുള്ള പശ്ചാത്തലമില്ല. അവരുടെ പർവേസ് മുഷറഫിനെ പോലെ അവരുടെ തന്ത്രപ്രധാന സ്ഥാനത്തുണ്ടായിരുന്ന ഒരാൾ ഇന്നലെ ലണ്ടനിൽ പറഞ്ഞതുപോലും ഏതാണ്ട് 20 അണുബോംബുകളെങ്കിലും വർഷിച്ച് പൂർണ്ണമായും ഇന്ത്യയെ തകർത്താൽ മാത്രമേ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകാവൂ. അല്ലാതെ 1 ബോംബോ 2 ബോംബോ ഇട്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചാൽ 50 ബോംബിട്ട് ഇന്ത്യ പാകിസ്ഥാനെ പൂർണ്ണമായും തകർക്കാമെന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ ഈ വിഷയത്തിലുള്ള ഒരു ശക്തി നമുക്ക് അളക്കാവുന്നത് തന്നെയാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തിരിച്ചടി ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനുള്ള ജാഗ്രത അടക്കം അതിർത്തിയിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്? അതിർത്തിയിൽ തീർച്ചയായും എല്ലാ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിർത്തി രക്ഷാസേനകൾക്ക് എല്ലാ തരത്തിലുള്ള പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെയും ജാഗ്രതയോടുകൂടി കാണാനും അതിന് തിരിച്ചടി നൽകാനുമുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം തന്നെ വളരെ നാളുകളായി ആസൂത്രണം ചെയ്തുകൊണ്ട് രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരപ്രകാരം പാക് മണ്ണിലുള്ള ബലാക്കോട്ടിൽ തന്നെയാണ് ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ആക്രമണത്തിന് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളാണ്. രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമിക്കേണ്ട ഭീകര താവളങ്ങൾ കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നതെന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും അനൗപചാരികമായി വരുന്ന വിവരങ്ങൾ. ഏതായാലും 11:30-ക്കുള്ള വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. പക്ഷേ അതിർത്തി രക്ഷാസേനകൾ ജാഗ്രതയോടുകൂടി തുടരുമ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള തുടർ പ്രകോപനം ഉണ്ടാകുമെന്ന കാര്യത്തിലാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് വിളിച്ചു ചേർത്തിരുന്ന യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാക് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഇന്ത്യക്കുള്ള മുന്നറിയിപ്പ് പ്രസ്താവനയും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ട് മാത്രം പാകിസ്ഥാൻ ഏത് തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നത് തന്നെയാണ് ചോദ്യം. തുടക്കത്തിൽ തന്നെ അവരുടെ ഭാഗത്തു നിന്നും നിഷേധാത്മകമായ സമീപനം വന്നു. ഇന്ത്യ ആക്രമിക്കാൻ ശ്രമം നടത്തി. എന്നാൽ ഇന്ത്യൻ പോർ വിമാനങ്ങളെ തിരിച്ച് ഓടിക്കാൻ കഴിഞ്ഞുവെന്നാണ് പാകിസ്ഥാൻ ആദ്യം തന്നെ അവകാശപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ ഇന്ത്യ ഈ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പാകെ അടക്കം വെക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇന്ത്യയുടെ വിശദീകരണം വരുന്നതോടുകൂടി പ്രത്യേകിച്ച് വിദേശകാര്യ സെക്രട്ടറി നയതന്ത്ര തലത്തിലടക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നയം വ്യക്തമാക്കുന്നതോടുകൂടി പാകിസ്ഥാൻ കൂടുതൽ പ്രതിരോധത്തിലാകും. ഏത് തരത്തിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പിന്നീട് അറിയാനിരിക്കുന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ആക്രമണം, അതിനുശേഷം പുൽവാമ പോലെ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായ ഇന്ത്യയുടെ 40 ധീര ജവാന്മാരെ കൊലപ്പെടുത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകിയിരിക്കുന്നു പാകിസ്ഥാന്. ഡൽഹി നിന്ന് ബാലാക്കോട്ടിലേക്കുള്ള ദൂരം നേരത്തെ നമ്മൾ പറയും 740 കിലോമീറ്ററാണ്. ശ്രീലാലി, ഈ പാകിസ്ഥാന്റെ ഒരു ശക്തി ഇപ്പോൾ ഇത്ര അധികം അവർക്ക് എന്തായാലും പലതരത്തിൽ അവർ പ്രതിരോധിക്കാൻ ശ്രമിക്കും എങ്കിൽ പോലും ഈ ആക്രമണത്തിന് ശക്തി കുറയ്ക്കാൻ അവർ ശ്രമിക്കും എങ്കിൽ പോലും എങ്ങനെ ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകാനാകും ഇന്ത്യക്ക്? അതിനുള്ള ശക്തിയും ശേഷിയും അവർക്കുണ്ടോ?
ഒരു ആക്രമണത്തിലൂടെയുള്ള മറുപടി പാകിസ്ഥാൻ അത്ര എളുപ്പം നടത്താൻ സാധ്യതയില്ല. കാരണം പാകിസ്ഥാൻ അങ്ങനെ ഒരു സൈനിക ശേഷി, ഇന്ത്യയോടൊരു സൈനിക ബലാബലത്തിന് മുതിരാൻ പാകിസ്ഥാൻ തയ്യാറാകില്ല. പാകിസ്ഥാന് അത് എളുപ്പവുമാകില്ല. അത് പാകിസ്ഥാനും അറിയാം. മുൻപ് മുഷറഫോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈനിക മേധാവികൾക്ക് അപ്രമാദിത്വം ഉണ്ടായിരുന്നൊരു കാലം പോയി. ഇപ്പോൾ ഒരല്പം ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനും ഒരല്പം മുൻകൈ അവരുടെ ഒരു സ്വാധീനം കൂടി ഇതിന് വളരെ നിർണായകമാകും. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ സൈനികമായ ഒരു നീക്കം നടത്തുക എളുപ്പമല്ല പാകിസ്ഥാന്. അത് വലിയ തോതിലുള്ള തിരിച്ചടി പാകിസ്ഥാൻ ലഭിക്കുമെന്ന് അവർക്ക് വ്യക്തവുമാണ്. രാജ്യാന്തര സമൂഹത്തിൽ നിന്നും അത്തരം ഒരു സഹായം പാകിസ്ഥാൻ ലഭിക്കുകയുമില്ല. പാകിസ്ഥാൻ ഒരു പക്ഷേ ഇപ്പോൾ തുടരുന്ന ഈ ഒളിപ്പോര്, അതായത് ഭീകരരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം, അതിലേക്ക് തന്നെയാകും പാകിസ്ഥാൻ ഒരു പക്ഷേ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാകിസ്ഥാന് സാധിക്കാത്ത തരത്തിൽ നമ്മളുടെ ഈ ആക്രമണം അവരെ അത്തരത്തിൽ ഒരു തലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടോ, അവരുടെ ഈ ഭീകര കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയവയാണ് നമ്മൾക്ക് അറിയേണ്ടതുള്ളത്. എന്തായാലും ഇന്ത്യ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതിർത്തിയിലുള്ള നുഴഞ്ഞുകയറ്റവും പാകിസ്ഥാൻ സൈന്യത്തിന്റെ അതിർത്തിയിൽ ഷെല്ലാക്രമണവും മോട്ടാർ ആക്രമണങ്ങളും മറ്റും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിർത്തി മുഴുവനായും ഇന്ത്യ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവിടെ BSF-നായാലും കരസേനയ്ക്കായാലും മറ്റ് CRPF അടക്കമുള്ള മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങൾക്കായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം, ജമ്മു കശ്മീരിൽ ഏതെങ്കിലും ഭാഗത്ത് ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന ഭീകരവാദികൾ അവർ ചില രീതിയിലുള്ള പ്രത്യാക്രമണത്തിനോ അല്ലെങ്കിൽ ചില പ്രതിഷേധങ്ങൾക്കോ മുതിരാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുള്ള ചില നടപടികൾ ജമ്മു കശ്മീരിലും സ്വീകരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ, അതിർത്തിക്കപ്പുറത്തുള്ള മറ്റു ഭാഗങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകും എന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളോ അത്തരത്തിലുള്ള നടപടികളോ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ വരികയാണ് എങ്കിൽ തീർച്ചയായും അതിനെ നേരിടാൻ ഇന്ത്യ സുസജ്ജം തന്നെയാണ്. അക്കാര്യത്തിൽ ഇന്ത്യക്ക് യാതൊരു പേടിയുമില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ വൃത്തങ്ങളും സൈനിക വൃത്തങ്ങളും നൽകിയ വിവരങ്ങളും സൂചനകളും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കേട്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ ഭാരത് ജനത ഉണർന്നത്. 3:45 മണിക്ക് നടത്തിയ പ്രധാനപ്പെട്ട ആക്രമണം ഇന്ത്യയുടെ തിരിച്ചടി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. പുൽവാമ ആക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകിയിരിക്കുന്നു. 1000 കിലോ ബോംബിട്ട് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഭീകരകേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ, അതിർത്തിയിലെ ഭീകരകേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ വ്യോമസേന രംഗത്തിറങ്ങിയ പശ്ചാത്തലം. പാകിസ്ഥാൻ മണ്ണിൽ വ്യോമാക്രമണം നടത്തി തിരിച്ചടിച്ച ഇന്ത്യ പുൽവാമ ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ നൽകിയിരിക്കുന്നു. 200-നും 300-നും ഇടയ്ക്ക് ഭീകരരെ വധിച്ചു എന്ന രീതിയിലാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരണമായിട്ടില്ല ഈ വിഷയങ്ങൾക്കൊന്നും. വലിയ നാശനഷ്ടം ഈ ബാൽക്കോട്ട എന്ന ഗ്രാമത്തിൽ ഉണ്ടായി എന്ന രീതിയിലും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഏതാണ്ട് പൂർണ്ണമായും ഈ ഗ്രാമം തകർത്തു. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായി അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഇവിടം. ഇവിടെയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ അൽ അസർ അടക്കം അൽ മസൂദ് അടക്കമുള്ള ആളുകൾ അവരുടെ അണികളെ അഭിസംബോധന ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരുന്നത്. മുസാഫറാബാദിൽ നിന്നും ആക്രമണം ആരംഭിച്ചു. അത്തരത്തിൽ 4 പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലകളിൽ ആക്രമണം നടത്തി ഇന്ത്യ. അതിനുശേഷം വിമാനങ്ങൾ 21 മിനിറ്റ് നീണ്ട ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ തിരിച്ച് സുരക്ഷിതമായി അതിർത്തി കടന്ന് രാജ്യത്തെത്തി. പക്ഷേ സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്, എത്ര മരണമുണ്ടായി, എത്ര ഭീകരകേന്ദ്രങ്ങൾ തകർക്കാനായി, എത്ര ഭീകരരെ വധിക്കാനായി എന്ന കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് വരും മണിക്കൂറുകളിൽ ലഭിക്കും എന്ന് തന്നെ കരുതാം. ഉണ്ണികൃഷ്ണൻ ചേരുന്നു ദില്ലിയിൽ നിന്ന്. ഉണ്ണി, ഏറ്റവും പുതിയ വിവരങ്ങൾ, ഏതെങ്കിലും തരത്തിൽ പുതിയ വിവരങ്ങൾ, സ്ഥിരീകരണങ്ങളൊക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ? പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വാർത്താ ഏജൻസികൾ തന്നെ ചില വിരുദ്ധമായ വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. ആക്രമണം നടന്ന കേന്ദ്രങ്ങളിൽ ഒന്ന് എവിടെയാണെന്ന് സംബന്ധിച്ചുള്ള തീരുമാനമാണ് വേണ്ടത്. ബലാക്കോട്ട് എന്നത് 2 ബലാക്കോട്ടുണ്ട് പാകിസ്ഥാനിൽ. ഒന്ന് പാക് അധീന കശ്മീരിന് സമീപം, മറ്റൊന്ന് ഇസ്ലാമാബാദിൽ നിന്നും 200 കിലോമീറ്റർ സമീപത്തുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന കേന്ദ്രമായ ബാലാക്കോട്ട്. ഇതിൽ പാക് മണ്ണിലുള്ള ബാലാക്കോട്ടിലാണ് ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയിരിക്കുന്നതെങ്കിൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ഗുരുതരമായ തിരിച്ചടി തന്നെയാണ്. അങ്ങനെ ആ പ്രദേശമാണോ എന്നത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്രദേശം പാകിസ്ഥാന്റെ അധീനതയിലുള്ള ബാലാക്കോട്ട് തന്നെയാണ്. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം പാകിസ്ഥാനിൽ നിന്നുള്ള ചില മാധ്യമപ്രവർത്തകരുടെ ട്വീറ്റുകളൊക്കെ ട്വിറ്ററിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു പാക് മാധ്യമപ്രവർത്തകൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തിന് സമീപത്ത് ഖൈബർ പഖ്തുൻഖ്വ എന്ന സ്ഥലത്തിന് സമീപത്തായി പാക് മണ്ണിലുള്ള പ്രദേശത്ത് തന്നെയാണ് ആക്രമണം നടത്താൻ ഇന്ത്യ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ആക്രമണം നടത്തിയിരിക്കുന്നത് സമീപത്തുള്ള ഒരു വനമേഖലയിലാണ്. അവിടെയാണ്
മേഖലയിലാണ് ബോംബ് വർഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് ആർക്കും ഈ മേഖലയിൽ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റിട്ടില്ല എന്ന പാക് മാധ്യമപ്രവർത്തകന്റെ ട്വീറ്റ് കൂടി ഈ ഘട്ടത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമാകാൻ അധിക സമയം കാത്തിരിക്കേണ്ടതില്ല. 11:30 മണിക്ക് തന്നെ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെയുടെ വാർത്താസമ്മേളനം വിദേശകാര്യ മന്ത്രാലയത്തിൽ ചേരാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. വാർത്താ സമ്മേളനത്തിലുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ ഏത് തലം വരെ അദ്ദേഹം കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ തയ്യാറാകുമെന്ന കാര്യമാണ് അറിയേണ്ടത്. ആദ്യം മിന്നലാക്രമണം നടന്നപ്പോൾ ആക്രമണത്തിന്റെ ഒട്ടുമിക്ക വിശദാംശങ്ങളും ആക്രമണത്തിന്റെ ശൈലിയും അതിലുണ്ടായിരിക്കുന്ന പ്രത്യാഘാതങ്ങളും ഒക്കെ തന്നെ വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു കേന്ദ്ര സർക്കാരും സൈനിക ഉദ്യോഗസ്ഥരും. ആ രീതിയിൽ വിദേശകാര്യ സെക്രട്ടറി നടത്തുന്ന വാർത്താ സമ്മേളനം ആയതുകൊണ്ട് എത്ര പരിധി വരെയുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമെന്ന സാങ്കേതികമായ വിഷയങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുമെന്നതാണ് ഇനി നമുക്കറിയാനുള്ളത്. ഏതായാലും ഈ ആക്രമണം സ്ഥിരീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ, എത്രമാത്രം ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കച്ചിൽ പാകിസ്ഥാന്റെ ഒരു ഡ്രോൺ വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന വാർത്തകളും പുറത്തുവരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഏതാണ്ട് ആ ദൃശ്യങ്ങൾ തന്നെയാണ് ലഭ്യമായതെന്ന് കരുതുന്നു. കച്ച് മേഖലയിലെ ദൃശ്യങ്ങളാണത്. ഡ്രോൺ വിമാനം ഈ ഭാഗത്താണ് പാകിസ്ഥാന്റെ വെടിവെച്ചിട്ടത്. അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഉണ്ണി? അതായത് കച്ചിൽ അതിർത്തി പ്രദേശത്ത് നിന്നും പാകിസ്ഥാൻ ഒരു ഡ്രോൺ പറത്തിവിടുകയും ആ ഡ്രോണിലൂടെ അതിർത്തിയിലെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. അതേ തുടർന്ന് ആ ഡ്രോണിന്റെ ഉപകരണത്തിന്റെ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സൈന്യത്തിന്റെയും പ്രദേശവാസികളുടെയും ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായി. BSFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഇടപെടലിനെ തുടർന്ന് അത് പിടികൂടാൻ കഴിഞ്ഞു, അതിനെ വെടിവെച്ചിട്ടു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അതിർത്തിയിൽ എല്ലാ തരത്തിലും കശ്മീരുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ തന്നെ അത്രമേൽ സുരക്ഷ വർദ്ധിപ്പിക്കാനും ജാഗ്രതയോടുകൂടിയുള്ള നിരീക്ഷണങ്ങൾ നടത്താനും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് BSFനും മറ്റ് അതിർത്തി രക്ഷാസേനകൾക്കും. അതിന്റെ ഭാഗമായുള്ള നിരീക്ഷണങ്ങളുടെ ഭാഗമായാണ് ഈ കച്ച് മേഖലയിൽ നിന്നും ഡ്രോൺ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. അത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പറത്തിവിട്ട ഡ്രോൺ ആകുമെന്ന് തന്നെ എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് സൈന്യമുള്ളത്. അത്തരത്തിലാണ് സംഭവങ്ങൾ. ഏതായാലും 11:30 മണിയോടുകൂടി വാർത്താ സമ്മേളനത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് കരുതാം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോഴും അതിർത്തിയിൽ സംഘർഷം തുടരുകയാണ്. ഡ്രോൺ അടക്കം വെടിവെച്ചിടുന്ന പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ പോകുന്നു. ഈ ആക്രമണം കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കില്ല. തിരിച്ചടി ഒരുപക്ഷെ പാകിസ്ഥാൻ അതിന് ശ്രമിച്ചേക്കാം. കൂടുതൽ പ്രതിരോധത്തിനും കൂടുതൽ ആക്രമണത്തിനും ഇന്ത്യ ശ്രമിച്ചേക്കാം. അത്തരത്തിൽ അശാന്തമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണോ കരുതേണ്ടത്? തൽക്കാലം സൂചനകൾ അതുതന്നെയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഡ്രോൺ അയച്ചത് തന്നെ ഇന്ത്യൻ അതിർത്തിയിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലാതെ മറ്റൊരു ആവശ്യത്തിനും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഡ്രോൺ വിമാനം ഇന്ത്യൻ അതിർത്തി കടത്തിവിടാനുള്ള സാധ്യതയില്ല. എന്തായാലും അത് പ്രഹരശേഷിയുള്ള ഡ്രോൺ അല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ചാരവൃത്തി തന്നെയാണ് ആ ഡ്രോണിന്റെ ലക്ഷ്യം. അതിർത്തിയിലെ സൈനിക നീക്കങ്ങളോ അല്ലെങ്കിൽ അതിർത്തിയിൽ എത്രത്തോളം നമ്മൾ സുസജ്ജമാണ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാകണം ഈ ഡ്രോണിനെ ഇന്ത്യയിലേക്ക് അതിർത്തി കടത്തിവിട്ടത്. കച്ചിൽ പ്രത്യേകിച്ച് അധികം ശ്രദ്ധ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അതിർത്തിയിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്ന പ്രദേശങ്ങൾ കശ്മീരിന്റെ അതിർത്തി തന്നെയാണ്. പിന്നീട് പഞ്ചാബ് അതിർത്തിയിലും ശ്രദ്ധയുണ്ടാകും. പക്ഷേ രാജസ്ഥാൻ, ഗുജറാത്ത് അതിർത്തികളിൽ കച്ച് പോലുള്ള പ്രദേശങ്ങളിൽ വലിയ ഒരു അതീവ ജാഗ്രത ഉണ്ടെങ്കിൽ പോലും അത്ര ഒരു വലിയ ഒരു സൈനിക നീക്കമോ മറ്റും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോഴാണ് കച്ച് പ്രദേശത്ത് ഇത്തരം ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഒന്നുകിൽ ഭീകരവാദികളെ നുഴഞ്ഞു കയറാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള ഒരു സജ്ജീകരണമാണ് ആ പ്രദേശങ്ങളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം. ഈ രണ്ട് ശ്രമങ്ങളിൽ ഒന്നായിട്ട് വേണം ഇപ്പോൾ ഈ നടപടിയെ കാണാൻ. എന്തായാലും അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുകയും അതീവ ജാഗ്രത പുലർത്തുന്ന നിർദ്ദേശം നൽകുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കം പരാജയപ്പെടുത്താൻ സാധിച്ചത്. ഇതുപോലുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പാകിസ്ഥാൻ നേരിട്ട ഒരു സൈനിക ആക്രമണത്തിന് തയ്യാറാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അത്തരമൊരു ആക്രമണം നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താകും പ്രതിസന്ധി എന്ന കാര്യം പാകിസ്ഥാൻ വ്യക്തമായി അറിയാം. അത് എങ്ങനെയാകും അവസാനിക്കുക എന്ന കാര്യവും പാകിസ്ഥാന് വ്യക്തതയുണ്ടാകും. അതിൽ ഇന്ത്യയേക്കാൾ ഏറെ ദോഷമുണ്ടാക്കുക പാകിസ്ഥാന് തന്നെയാണ്. ഒരു പക്ഷേ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവകാശവാദങ്ങൾ പലതും തകർക്കപ്പെടുന്ന രീതിയിലുള്ള നിലപാടിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ എന്തായാലും പാകിസ്ഥാൻ തയ്യാറാകുമെന്ന് കരുതുന്നില്ല. സ്വയം നശിച്ചുകൊണ്ട് ഇന്ത്യയെ ചെറിയൊരു രീതിയിലെങ്കിലും പ്രഹരശേഷി ഏൽപ്പിക്കുക എന്നൊരു തലത്തിലേക്കൊന്നും പാകിസ്ഥാൻ പോകാൻ സാധ്യതയില്ല. രാജ്യാന്തര തലത്തിൽ നിന്നും പാകിസ്ഥാൻ അതിനുള്ള സഹായം ലഭിക്കുകയുമില്ല. പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നത് അമേരിക്ക അടക്കമുള്ള
അടക്കമുള്ള സൗദി അറേബ്യ അടക്കമുള്ള മറ്റ് ഇതുപോലുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള വൻതോതിലുള്ള വലിയ തോതിലുള്ള സഹായം, ധനസഹായവും മറ്റു രീതിയിലുള്ള സഹായങ്ങളും കൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ നിലനിന്ന് പോകുന്നത്. ആ സഹായങ്ങൾ നിലച്ചു കഴിഞ്ഞാൽ, വലിയ രീതിയിലുള്ള സാങ്ഷൻസ് പാകിസ്ഥാനെതിരെ വന്നു കഴിഞ്ഞാൽ, രാജ്യാന്തര സമൂഹത്തിൽ നിന്നും പാകിസ്ഥാൻ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ പാകിസ്ഥാൻ തകർന്നു പോകും. ഈ ആക്രമണത്തെക്കാൾ വളരെ രീതിയിൽ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ നേരിട്ടൊരു ആക്രമണത്തിന് മുതിരാനുള്ള സാധ്യതയില്ല. ചില ഭീഷണികൾ, ചില പ്രഖ്യാപനങ്ങൾ ഇമ്രാൻഖാന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റ് സൈനിക മേധാവികളുടെ ഭാഗത്തു നിന്നുമെല്ലാം ചില ഭീഷണിപ്പെടുത്തുന്ന സ്വരങ്ങളുള്ള സംസാരങ്ങളുണ്ടാകും, പ്രസ്താവനകൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. എന്നതിനപ്പുറത്തേക്ക് ഒരു നേരിട്ടുള്ള നടപടി പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ എല്ലാ കാലത്തും ചെയ്യാറുള്ള ചില നടപടികൾ അവർ ചെയ്യുക തന്നെ ചെയ്യും. അത് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചെറുത്തുനിൽപ്പോ, ഒരു ആക്രമണമോ, ഒരു ഗറില്ല യുദ്ധമുറകൾ രീതിയിലുള്ള യുദ്ധം തന്നെയാകും. അതിനെ നേരിടാൻ ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അതാണ് അതിർത്തിയിൽ ഇപ്പോൾ അതീവ സുരക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അതിർത്തി ഗ്രാമങ്ങളിൽ ഒരു യുദ്ധമുണ്ടായാൽ പോലും ഏത് രീതിയിലാകണം സജ്ജീകരണങ്ങൾ, ഏത് രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ വേണമെന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ആലോചന ഉണ്ടായിരുന്നു. അതിർത്തി ഗ്രാമങ്ങളിലെ ആശുപത്രികളിൽ കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള മരുന്നുകളും മറ്റും എത്തിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇന്ത്യയുടെ ഡൽഹിയിൽ നിന്നും പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ, ഏതാണ്ട് പ്രാഥമിക തലത്തിലുള്ള നടപടികൾ ഇന്ത്യ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അത്തരമൊരു നേരിട്ടൊരു ആക്രമണം ഉണ്ടായാലും ഇന്ത്യ അതിനെ നേരിടാൻ തയ്യാറാണെന്ന് തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അല്പസമയത്തിനകം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം. അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് സ്ഥിരീകരണം ഉണ്ടാകും എന്ന് കരുതാം. ഏതായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം, ഔദ്യോഗിക വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് അതാണ് അല്പസമയത്തിനകം വരാൻ പോകുന്നത്. മറ്റൊരു പ്രധാന വാർത്ത പുറത്തുവിടുന്നത് പാകിസ്ഥാന്റെയും ചൈനയുടെയും വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ സംസാരിച്ചു. പാകിസ്ഥാൻ ചൈനയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. നമുക്കറിയാം, ഈ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കാതിരുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ചൈന. ആക്രമണത്തെ അപലപിക്കുമ്പോഴും പാകിസ്ഥാന്റെ പേരെടുത്ത് പറയാൻ അവർ പുൽവാമ സംഭവ സമയത്ത് നടന്നിരുന്നില്ല, അവർ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ മറ്റു ലോക രാജ്യങ്ങളെല്ലാം, അമേരിക്ക അടക്കം, പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുമ്പോഴും ചൈന ഒരു പരിധിവരെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രീതിയാണ് സ്വീകരിച്ചത്. രഞ്ജിത്ത്, ഒരു കാര്യം, ഐക്യരാഷ്ട്രസഭയിൽ ചൈന പക്ഷേ പിന്നീട് അവരുടെ നിലപാട് അല്പം മയപ്പെടുത്തുകയും ആദ്യം ഉണ്ടായിരുന്ന കടുത്ത നിലപാട് അവർ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. പാകിസ്ഥാനെ അങ്ങനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു തലത്തിലേക്ക് ഐക്യരാഷ്ട്രസഭയിൽ ചൈന എത്തിയുമില്ല. അതെ, ആദ്യഘട്ടത്തിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടായില്ല എങ്കിൽ പോലും ഐക്യരാഷ്ട്രസഭയിൽ ആ പ്രമേയത്തിന് അനുകൂലമായി ചൈന വോട്ട് ചെയ്തു. പാകിസ്ഥാൻ ഈ ഭീകരാക്രമണം ചെറുക്കണം, ഭീകരാക്രമണം ഇല്ലാതാക്കണം എന്ന പ്രമേയത്തിന് അനുകൂലമായി ചൈന വോട്ട് ചെയ്തു. എങ്കിൽ പോലും ഒരു പരിധിവരെ പാകിസ്ഥാൻ അനുകൂല സമീപനം സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം. അത് അല്പസമയത്തിനകം തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. അല്പസമയത്തിനകം ഏതാണ്ട് 11:30 മണി, 2 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുന്നു. 11:30 മണിയോടുകൂടി ഈ വാർത്താ സമ്മേളനം ആരംഭിക്കും. നമുക്കറിയാം, ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും വാർത്താക്കുറിപ്പുകൾ പുറത്തിറക്കുമ്പോഴും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്ത് നിന്ന് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രത്യേകിച്ച് ഔദ്യോഗികമായ വിശദീകരണങ്ങൾ, ആക്രമണം നടന്നോ ഇല്ലയോ, എത്ര പേർ കൊല്ലപ്പെട്ടു, ഏത് രീതിയിലാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത്, ഭീകരകേന്ദ്രങ്ങൾ തകർക്കാനോ, അത്തരം കാര്യങ്ങളിലൊക്കെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് നമുക്കിപ്പോൾ രണ്ട് പേരാകും വാർത്താ സമ്മേളനത്തിൽ. 2 കസേരകൾ അവിടെയുണ്ട്. അതായത് 2 പേരുണ്ടാകും. അതിലൊന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് കേശവ് ഗോഖലെ തന്നെയാണ്. മറ്റത് ആര് എന്നുള്ളതാണ്. വിദേശ മന്ത്രാലയത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരാണോ, അതോ ഇനിയിപ്പോൾ സൈനിക തലത്തിൽ നിന്നും ആരെങ്കിലും കൂടുതൽ വിശദീകരണം നൽകുന്നതിന് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മാത്രമായി മാറുകയാണ് ഈ വാർത്താ സമ്മേളനമെങ്കിൽ തീർച്ചയായും ഏത് തരത്തിലുള്ള ആക്രമണം എന്നത് സംബന്ധിച്ചുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയില്ല. അത് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് വരേണ്ടത്. അതിന് സൈന്യം വേറെ വാർത്താ സമ്മേളനം, സേനയുടെ ഭാഗത്തുനിന്നോ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നോ വേറെ വാർത്താ സമ്മേളനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും മാത്രമാണ് ഈ വാർത്താ സമ്മേളനത്തിൽ എത്തുന്നതെങ്കിൽ തീർച്ചയായും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകും. ഇത്തരത്തിലൊരു ആക്രമണം, സാധാരണ ഇതിന്റെ ഔദ്യോഗിക കാര്യങ്ങളിലേക്ക്, ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകേണ്ടത് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നാണ്. തീർച്ചയായും അത് സൈനിക നടപടിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ടെക്നിക്കൽ ജാർഗൻസ് വിശദീകരിക്കേണ്ടത് സൈന്യത്തിന്റെ ഭാഗത്തു തന്നെയാണ്, അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുമാണ്. അതിനു വേണ്ടി അങ്ങനെ ആ വിശദീകരണം നൽകാൻ യോഗ്യതയുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ള അത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ് നടത്തേണ്ടത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അവർ അത്തരം തലത്തിലേക്ക് ഒരു കാലത്തും പോകാറില്ല. അതുകൊണ്ടാണ് ഞാനൊരു സംശയം. ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നു. വിജയ് ഗോഖലെ വിദേശകാര്യ വക്താവ് എത്തിയിരിക്കുന്നു. കൂടെ സൈനിക വക്താക്കളാരുമല്ല, അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിലെ തന്നെ ഉദ്യോഗസ്ഥനാണ്. ഏതായാലും വാർത്താ സമ്മേളനം ആരംഭിക്കുകയാണ്. നമുക്കത് അതിലേക്ക് പോകാമെന്ന് കരുതുന്നു. Good morning, friends, and welcome to this briefing, and thank you for coming at a very short notice. I have with me the Foreign Secretary of India, Shri Vijay Gokhale, who will read out a statement
We will not take any questions after FS finishes his reading out the statement. Sir, the floor is yours. Good morning, ladies and gentlemen. On the 14th of February 2019, a suicide terror attack was conducted by a Pakistan-based terrorist organization, the Jaish-e-Mohammed, leading to the martyrdom of 40 brave Jawans of the CRPF. The Jaish-e-Mohammed has been active in Pakistan for the last 2 decades, and it is led by Masood Azhar with its headquarters in Bahawalpur. This organization, which is proscribed by the United Nations, has been responsible for a series of terrorist attacks, including on the Indian Parliament in December 2001 and the Pathankot Air Base in January 2016. Information regarding the location of training camps in Pakistan and in Pakistan-occupied Jammu and Kashmir has been provided to Pakistan from time to time. Pakistan, however, denies their existence. The existence of such massive training facilities capable of training hundreds of jihadis could not have functioned without the knowledge of the Pakistan authorities. India has been repeatedly urging Pakistan to take action against the Jaish-e-Mohammed to prevent jihadis from being trained and armed inside Pakistan. Pakistan has taken no concrete action to dismantle the infrastructure of terrorism on its soil. Credible intelligence was received that the Jaish-e-Mohammed was attempting other suicide terror attacks in various parts of the country, and the Fidaiyin jihadis were being trained for this purpose. In the face of imminent danger, a preemptive strike became absolutely necessary. In an intelligence-led operation in the early hours of today, India struck the biggest training camp of the Jaish-e-Mohammed in Balakot. In this operation, a very large number of Jaish-e-Mohammed terrorists, trainers, senior commanders, and groups of jihadis who were being trained for Fidaiyin action were eliminated. This facility at Balakot was headed by Maulana Yusuf Azhar, alias Ustad Ghori, the brother-in-law of Masood Azhar, chief of the JEM. The government of India is firmly and resolutely committed to taking all necessary measures to fight the menace of terrorism. Hence, this non-military preemptive action was specifically targeted at the Jaish-e-Mohammed camp. The selection of the target was also conditioned by our desire to avoid civilian casualties. The facility is located in thick forest on a hilltop far away from any civilian presence. As the strike has taken place only a short while ago, we are awaiting further details. The government of Pakistan had made a solemn commitment in January 2004 not to allow its soil or territory under its control to be used for terrorism against India. We expect that Pakistan lives up to its public commitment and takes follow-up action to dismantle all JEM and other camps and hold the terrorists accountable for their actions. Thank you. This concludes the briefing. Thank you all for joining. We are not taking any questions. Thank you. അനുവദിക്കാതെ ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി മടങ്ങുകയാണ്. ശ്രീജൽ, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തീർച്ചയായും നമ്മൾ കാത്തിരുന്ന ആ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. വിദേശകാര്യ വക്താവ് വിജയ് കേശവ് ഗോഖലെയാണ് ഈ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് രാവിലെ പാകിസ്ഥാനിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നു, വ്യോമസേന ആക്രമണം നടത്തിയിരിക്കുന്നു. ബാലാകോട്ടിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ബാലാകോട്ടിൽ മൗലാന യൂസഫ് അസറിന്റെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്ന ഭീകര ക്യാമ്പുകളിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ 100 കണക്കിന് ഭീകരരെ പരിശീലിപ്പിക്കുന്നതിനുള്ള സൗകര്യമുള്ള ഒരു ക്യാമ്പായിരുന്നു ഇത്.
ബാലാക്കോട്ടിലെ ജനവാസ മേഖലയിൽ നിന്ന് മാറി കാട്ടിനുള്ളിൽ ആണ് ഈ പരിശീലന കേന്ദ്രം ഉണ്ടായിരുന്നത്. ഈ കേന്ദ്രത്തിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ആ കേന്ദ്രം പൂർണ്ണമായും നശിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പാകിസ്ഥാനോട് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ പാകിസ്ഥാൻ പാക് മണ്ണിൽ നിന്നും ഭീകരർക്ക് യാതൊരുവിധ സഹായം ലഭിക്കുന്നില്ല എന്ന നിലപാടാണ് എടുത്തിരുന്നത്. അത് കഴിഞ്ഞ ശേഷം ആണ് പുൽവാമ ആക്രമണം ഉണ്ടാകുന്നത്. പുൽവാമ ആക്രമണം ഉണ്ടായ ശേഷവും പാകിസ്ഥാനിൽ നിന്നും ജയ്ഷെ മുഹമ്മദ് കൂടുതൽ ഭീകരാക്രമണങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു, അതിനുള്ള പരിശീലനം നൽകുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരുന്നു. ആ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യതയാർന്ന ഒരു ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ആക്രമണം ഇന്ന് രാവിലെ മാത്രമാണ് ഉണ്ടായത്, ഇന്ന് വെളുപ്പിനാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള എത്ര പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടായിട്ടില്ല. വരുന്ന മണിക്കൂറിൽ അതുണ്ടാകുമ്പോൾ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യക്ക് നൽകിയ ഉറപ്പും വാഗ്ദാനവും പാക് മണ്ണ് ഭീകരപ്രവർത്തനങ്ങൾക്കായി, ഇന്ത്യക്കെതിരെയുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് പാക് മണ്ണ് വിട്ടു നൽകില്ല, ആ പാക് മണ്ണിൽ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു. ആ വാക്കുകൾ പാകിസ്ഥാൻ പാലിക്കണം എന്ന ഒരു ആവശ്യത്തോടെയാണ് ഈ വാർത്താ സമ്മേളനം വിദേശകാര്യ മന്ത്രാലയ വക്താവ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏത് തരത്തിലുള്ള ആക്രമണമായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്, ഏത് വിമാനമാണ് ഉപയോഗിച്ചത്, ഏത് യുദ്ധവിമാനമാണ് ഉപയോഗിച്ചത്, എങ്ങനെയായിരുന്നു ആക്രമണം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും അദ്ദേഹം കടന്നില്ല. അതോടൊപ്പം തന്നെ മറ്റു ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി നൽകില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. ഇന്ത്യ ഉദ്ദേശിച്ച കാര്യം സാധിച്ചു. ഇപ്പോൾ AK ആന്റണിയുടെ വാക്കുകളിലേക്ക് അതിനുശേഷം തിരിച്ചു വരാം. Prestige and morale of Indian people and our armed forces. Pakistan must realize that they cannot withstand the might of the Indian armed forces. AK ആന്റണി ഇപ്പോൾ സംസാരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അപ്പോഴും ഈ ഇന്ത്യ തങ്ങളുടെ ലക്ഷ്യം സാധിച്ചെടുത്തു, ഭീകര കേന്ദ്രങ്ങൾ തകർക്കാനായി. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, കുറെയെങ്കിലും ഭീകരരെ വധിക്കാനായി. അപ്പോൾ പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞു വെച്ചതിന് ഘടകവിരുദ്ധമായല്ലേ ഇന്ത്യയുടെ മറുപടി? തീർച്ചയായും രഞ്ജിത്ത്, കുറെയെങ്കിലും അല്ല. ആ ട്രെയിനിങ് ക്യാമ്പ്, അതായത് 100 കണക്കിന് പേർക്ക് പരിശീലനം നൽകാൻ കഴിവുള്ള അല്ലെങ്കിൽ പരിശീലനം നൽകാൻ സാഹചര്യമുള്ള ഒരു ട്രെയിനിങ് ക്യാമ്പായിരുന്നു, ഭീകര താവളമായിരുന്നു ഈ ബാലാക്കോട്ടിൽ ഉണ്ടായിരുന്നത്. അത് ബാലാക്കോട്ടിൽ നിന്നും ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറി വനത്തിനുള്ളിലായിരുന്നു ഈ ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നത്. ആ ട്രെയിനിങ് ക്യാമ്പ് പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നത് മാത്രമല്ല, അസർ മസൂദ് എന്ന ജയ്ഷെ മുഹമ്മദ് നേതാവ്, അദ്ദേഹത്തിൻ്റെ ഭീകരൻ്റെ ബ്രദറിലോ, അതായത് അളിയൻ ആണ് ഈ ക്യാമ്പ് നടത്തിയിരുന്നതെന്നും ആ ക്യാമ്പാണ് ആക്രമിച്ചത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് നടത്തിയിരുന്ന ഭീകര നേതാവ് നടത്തിയിരുന്ന ക്യാമ്പിലേക്ക് തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയത്. യാതൊരു വിധത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായി, ഏതെങ്കിലും വിധത്തിലുള്ള തിരിച്ചടികൾ അല്ലെങ്കിൽ തിരിച്ചടിയുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും അദ്ദേഹം കടന്നില്ല. എന്തായാലും ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ഇന്ന് വെളുപ്പിന് ഇന്ത്യ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നു കയറി അതിർത്തിക്കപ്പുറത്തേക്ക് എത്തി പാകിസ്ഥാൻ മണ്ണിലുണ്ടായിരുന്ന, പ്രത്യേകിച്ച് ബാലാക്കോട്ട് എന്ന പ്രദേശത്ത് ഉണ്ടായിരുന്ന വൻ ഭീകര കേന്ദ്രം തകർത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. ആ ഭീകര കേന്ദ്രം നടത്തിയിരുന്നത് ജയ്ഷെ മുഹമ്മദിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായ മൗലാന അസർ മസൂദ്, അതായത് അസർ മസൂദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായികളിൽ ഒരാളായ മൗലാന യൂസഫ് അസർ നടത്തിയിരുന്ന ഭീകര ക്യാമ്പാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ മൗലാന യൂസഫ് അസർ കൊല്ലപ്പെട്ടുവോ എന്ന കാര്യത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മൗലാന യൂസഫ് അസർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വലിയ ഒരു വിജയം ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ഈ പോരാട്ടത്തിൽ അതൊരു വലിയ വിജയമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള വിശദാംശങ്ങൾ എന്തായാലും അദ്ദേഹം പറഞ്ഞത് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇത്തരമൊരു ആക്രമണം ഉണ്ടായിട്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള വ്യക്തത വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നു, ഒടുവിൽ ഇന്ത്യ അത്തരത്തിൽ ഒരു ആക്രമണം നടത്തി, ഇന്ത്യയുടെ ലക്ഷ്യം സാധിച്ചു. പ്രധാനപ്പെട്ട ഭീകരനായ മൗലാന യൂസഫ് അസറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രം തകർത്തു. വനത്തിനുള്ളിൽ ജയ്ഷെ ഭീകരർക്ക് പരിശീലനം നൽകിയിരുന്ന ആ സ്ഥാപനം നശിപ്പിച്ചു. സ്വാഭാവികമായും ഈ ഭീകരരുടെ വലിയൊരു കാഷ്വാലിറ്റി അവിടെ ഉണ്ടായിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾക്ക് അവിടെ പരിശീലനം നൽകിയിരുന്നു, അത് പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ. അനിവാര്യമായ ഘട്ടത്തിലാണ് ഇന്ത്യക്ക് ചെയ്യേണ്ടി വന്നത്. ഭീകരർക്ക് കനത്ത നാശം വരുത്താൻ കഴിഞ്ഞു.
ഒപ്പം ഇത് വനത്തിനുള്ളിലാണ്, ജനവാസ കേന്ദ്രത്തിലല്ല ആക്രമണം നടത്തിയത് എന്ന് പറയുമ്പോൾ അത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് തീർച്ചയായും തെളിയിക്കാനും സാധിക്കും. ഭീകരരെ മാത്രമാണ് വധിച്ചത്, സാധാരണ ജനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായില്ല. അനിവാര്യമായ ഘട്ടത്തിൽ അത് ചെയ്യേണ്ടി വന്നു. പലതവണ പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തു, ഭീകരരെ വളർത്തരുത്, തങ്ങളുടെ ഇന്ത്യയിലേക്ക് ഭീകരരെ കടത്തിവിടരുത് എന്ന് കൃത്യമായ തെളിവുകളടക്കം പാകിസ്ഥാനെ അറിയിച്ചിട്ടും നടപടിയെടുത്തിരുന്നില്ല. ഒടുവിൽ ഇന്ത്യക്ക് ഇത് ചെയ്യേണ്ടി വന്നു എന്നാണ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു വെച്ചത്. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഒടുവിൽ ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യം ആക്രമണം ഉണ്ടായി എന്ന്. ഇനി സൈനിക വൃത്തങ്ങളുടെ കുറച്ചുകൂടി സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അത് എപ്പോഴേക്ക് സംഭവിക്കും? അതായത് കൃത്യമായ കണക്കുകൂട്ടലുകളോടുകൂടിയാണ് ഇന്ത്യയുടെ നീക്കം. കാരണം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നടത്തിയിരിക്കുന്ന ആക്രമണം എന്ത് പശ്ചാത്തലത്തിലാണെന്ന് വിശദീകരിക്കുകയാണ് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. അധികം തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു നോൺ മിലിറ്ററി പ്രിയംറ്റീവ് ആക്ഷൻ എന്ന രീതിയിലാണ്. അതായത് സൈനികേതരമായ ഒരു മുൻകരുതൽ നടപടി എന്ന രീതിയിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്നാണ് ഇന്ത്യ വിശദീകരിക്കുന്നത്. കാരണം പാക് മണ്ണിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ആക്രമണം നടക്കുമ്പോൾ യുദ്ധസമാനമായ ഒരു സാഹചര്യമല്ല ഉണ്ടായിരിക്കുന്നത്, മറിച്ച് പാകിസ്ഥാനിൽ നിന്നും ഭീകര സംഘടനകൾക്ക് നൽകുന്ന പ്രോത്സാഹനവും പരിശീലനവും മുൻകൂട്ടി കണ്ടുകൊണ്ട് സുരക്ഷാ ഏജൻസികളുടെയും രഹസ്യാന്വേഷണ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്ന വിശദീകരണം. നിരവധി ആത്മഹത്യാ സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നു, ഫിദായിൻ സ്ക്വാഡുകളൊക്കെ വീണ്ടും ഇന്ത്യയിൽ ആക്രമണം നടത്താൻ തയ്യാറായിരിക്കുന്നുവെന്നാണ് രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളിലാണ് പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ പ്രവർത്തിക്കുന്ന ഈ ഭീകര കേന്ദ്രത്തെ പറ്റിയുള്ള വിവരം ലഭിക്കുന്നത്. മൗലാന മസൂദ് അസറിന്റെ പ്രതിനിധിയാണ് ഈ പരിശീലന കേന്ദ്രം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ യൂസഫ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഈ കേന്ദ്രം ആക്രമിക്കേണ്ടത് അനിവാര്യമായിരുന്നു എന്ന ഒരു വിശദീകരണമാണ് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ ഒരു പ്രസ്താവന വായിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണം നടത്തിക്കൊണ്ട് ഈ ഭീകര പരിശീലന കേന്ദ്രം തകർത്തിരിക്കുന്നുവെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നൽകുന്ന സൂചന. ഭീകരരെയും ഭീകര പരിശീലനം നേടിയ ആൾക്കാരെയും ഒക്കെ വകവരുത്താൻ ഈ ആക്രമണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഏത് തരത്തിലുള്ള ഓപ്പറേഷനാണെന്നതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വന്നതുകൊണ്ട് ഇനി ഔദ്യോഗികമായി സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും മറ്റു വിശദീകരണങ്ങൾ വരാൻ സാധ്യതയില്ല. പ്രധാനമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് ഒരു തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ആക്രമണത്തിന്റെ രാഷ്ട്രീയമായ വശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രസ്താവന നടത്താനുള്ള സാധ്യതയുണ്ട്. സൈനിക വൃത്തങ്ങളിൽ നിന്നും കൃത്യമായ വിശദീകരണ കുറിപ്പ് എന്നതിന് പകരം ഇതിനകം സോഴ്സസിൽ നിന്നും വന്നിരിക്കുന്ന ഉന്നത സൈനിക വൃത്തങ്ങളെയൊക്കെ ഉദ്ധരിച്ചു വന്നിരിക്കുന്ന വിവരങ്ങൾ മാത്രമായിരിക്കും ഔദ്യോഗികമെന്ന് കരുതി ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ളത്. അതായത് 12 മിറാഷ് വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നതെന്ന് ഇതിനകം പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. രഞ്ജിത്ത്. ഉണ്ണി, എന്തുകൊണ്ടാണ് ഈ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇത്തരം ഒരു വിശദീകരണമായി രംഗത്തെത്തി? എന്തുകൊണ്ട് മുൻപ് സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായപ്പോൾ സൈനിക ആസ്ഥാനത്ത് പ്രതിരോധ മന്ത്രാലയത്തിൽ വാർത്താസമ്മേളനം വിളിച്ചായിരുന്നു ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയെങ്കിൽ ഇത്തവണ വിദേശകാര്യ വക്താവാണ് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞത് തന്നെ സൈനികേതര മുൻകരുതൽ എന്ന നിലയ്ക്കുള്ള ആക്രമണമാണ് എന്ന്. അതായത് ഇന്ത്യ ഒരു സൈനിക നടപടിയിലേക്കല്ല ഇപ്പോൾ സൈനിക നടപടിയല്ല സ്വീകരിച്ചിരിക്കുന്നത്, ഇന്ത്യ സ്വയം സംരക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരു ആക്രമണ മോഡിലല്ല ഇന്ത്യ, പ്രതിരോധ മോഡിലാണ് ഇന്ത്യ എന്ന് വ്യക്തമാക്കാൻ വേണ്ടി കൂടിയാണോ ഇത്തരമൊരു നീക്കം? തീർച്ചയായും ശ്രീലാൽ, അതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ തന്ത്രങ്ങളെ ഈ വാർത്താ സമ്മേളനം അടക്കം ഇന്ത്യ ഏത് തരത്തിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നത് എന്നൊരു വിഷയം വരുന്നത്. കാരണം നേരത്തെ മിന്നലാക്രമണം നടത്തിയപ്പോൾ സർക്കാർ ഒരു തരത്തിൽ വളരെ കരുത്തരായി നിൽക്കുന്ന ഒരു ഘട്ടം, അന്ന് മിന്നലാക്രമണം നടത്തിയ ഘട്ടത്തിൽ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് അതിന്റെ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നു. അതും കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്ക് ശേഷമുള്ള സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സമിതി യോഗം ചേർന്നതിന് ശേഷം പ്രകാശ് ജാവ്ദേക്കർ സംസാരിച്ചപ്പോൾ പോലും ഈ ഓപ്പറേഷൻ ബന്ധപ്പെട്ട നയതന്ത്ര തലത്തിലുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ ഈ യോഗത്തിൽ പങ്കെടുത്ത ഉന്നത കേന്ദ്രമന്ത്രിമാരും സംസാരിച്ചില്ല. മറിച്ച് വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നു എന്നുള്ളത് പാകിസ്ഥാൻ ഇതൊരു മുന്നറിയിപ്പായി ആഗോളതലത്തിൽ പോലും അതിനെ ആ രീതിയിൽ കൃത്യമായി സ്ഥാപിക്കുക എന്നതുകൊണ്ടാണ്. ഇന്ത്യ കൃത്യമായി പറയുന്നത് സൈനികേതര മുൻകരുതൽ നടപടി എന്ന വാക്കാണ്. ഇതൊരു പ്രിസിസീവ് ആയിട്ടുള്ള ഒരു നടപടി എന്ന രീതിയിൽ പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കൃത്യമായും പാകിസ്ഥാനിലുള്ള സിവിലിയൻസിനെ, പൗരന്മാരെ ലക്ഷ്യമിട്ടല്ല ഈ ആക്രമണം നടത്തിയതെന്നും വിദേശകാര്യ സെക്രട്ടറി പറയുന്നുണ്ട്. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്ക് പിന്തുണ നൽകുന്നു, പാക് മണ്ണിൽ നിന്നുള്ള ഭീകര സംഘടനകൾ അവിടെ പരിശീലനം നേടി ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നു. പുൽവാമയിൽ അടക്കം നടന്നതാണ്. അത്തരത്തിലുള്ള കൂടുതൽ ആക്രമണങ്ങൾ വരാൻ പോകുമ്പോൾ ഇന്ത്യ മുൻകരുതൽ എന്ന രീതിയിൽ അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. അത് നയതന്ത്രപരമായും രാഷ്ട്രീയപരമായും. അല്ലാതെ പാകിസ്ഥാനിൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കൊന്നും കടന്നിട്ടില്ല. അവിടെ കടന്നു ചെന്നുകൊണ്ട് ആക്രമിച്ച് അവിടുത്തെ സാധാരണക്കാർക്കൊന്നും വലിയ നാശമുണ്ടാക്കിയിട്ടില്ല. മറിച്ച്
മറിച്ച് ഭീകരവാദത്തിന് ഏറ്റവും പിന്തുണ നൽകുന്ന മൗലാന മസൂദ് അസറിന്റെ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ ഏറ്റവും ഉന്നത നേതാവായ മൗലാന യൂസഫ് അസറിനെ നേരിടാനുള്ള നീക്കമാണ് നടത്തിയത്. ആ പരിശീലന കേന്ദ്രം ഇല്ലാതാക്കുകയാണ് ശ്രമിച്ചത്. അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന വിശദീകരണമാണ് ഇതിലൂടെ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയത്. കേവലം രാഷ്ട്രീയമായ വിവാദങ്ങൾക്ക് നിൽക്കാതെ എന്തുകൊണ്ട് ഈ ആക്രമണം എന്ന കാര്യകാരണ സഹിതം ഇന്ത്യ വിശദീകരിച്ചിരിക്കുന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഡോക്ടർ PJ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ, അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ചേരുകയാണ് നമുക്കൊപ്പം. ശ്രീ വിൻസെന്റ്, ഇത് പ്രതീക്ഷിച്ചിരുന്ന ഒരു ആക്രമണം തന്നെയാണ്. ഏത് നിമിഷവും തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം സൈനിക വൃത്തങ്ങളടക്കം നൽകിയിരുന്നു. പക്ഷേ പാക് മണ്ണിലേക്ക് കടന്നു ചെന്ന് 1972 ശേഷം, ഈ സിംല കരാറിനൊക്കെ ശേഷം പാക് മണ്ണിലേക്ക് കടന്നു ചെന്ന് ഇത്രയധികം ആക്രമണം നടത്താൻ, ഇത്ര വലിയൊരു ആക്രമണം നടത്താൻ ഇന്ത്യക്ക് നൽകിയ ആത്മവിശ്വാസം എന്താണ്? താങ്കൾ പറഞ്ഞതിൽ ഒരു സാങ്കേതികമായ പെശകുള്ളത് പാക് മണ്ണിലേക്ക് കടന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് പാകിസ്ഥാന്റെ ഒരു ഭൂമിയല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാശ്മീർ മേഖലയിൽ അന്താരാഷ്ട്ര അതിർത്തിയില്ല, ലൈൻ ഓഫ് കൺട്രോൾ മാത്രമേ ഉള്ളൂ. ആ ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറത്ത് കിടക്കുന്ന പാക് അധിനിവേശ കാശ്മീരും അതിനും അപ്പുറത്തുള്ള ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ടാണ് ഭാരതം കാണുന്നത്. അപ്പോൾ ഇത് പാകിസ്ഥാനെതിരായിട്ടുള്ള ആക്രമണമായും കാണുന്നതും സാങ്കേതികമായി ശരിയല്ല. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ മേഖലയിൽ അന്താരാഷ്ട്ര അതിർത്തിയില്ല, ലൈൻ ഓഫ് കൺട്രോൾ മാത്രമാണുള്ളത്. ഈ ബാൽക്കോട്ട് എന്ന് പറയുന്ന സ്ഥലം, അത് 2 ബാൽക്കോട്ട് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പാക് അധിനിവേശ കാശ്മീരിലും ഒരു ബാൽക്കോട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പാകിസ്ഥാന്റെ മണ്ണിലും മറ്റൊരു ബാൽക്കോട്ട് എന്ന ഗ്രാമമുണ്ട്. ഈ പാകിസ്ഥാന്റെ മണ്ണിലുള്ള ബാൽക്കോട്ടിലാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പാക് മണ്ണിലേക്ക് കടന്നുള്ള ആക്രമണം എന്ന് പറഞ്ഞത്. അല്ല, തീർച്ചയായിട്ടും പാക് അധിനിവേശ കാശ്മീർ കേന്ദ്രമായിട്ടാണ് ഈ ഭീകരവാദികളുടെ പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതും ഇന്ത്യയിലേക്കുള്ള ഈ പരിശീലനം സിദ്ധിച്ച ഭീകരരുടെ ലോഞ്ചിങ് പാടാണ്. അത്തരത്തിലുള്ള 92-ലധികം ആക്റ്റീവായിട്ടുള്ള ലോഞ്ചിങ് പാടുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അമേരിക്കയുടെ CIA തന്നെ വിവരം പുറത്തു വന്നിട്ടുള്ളത്. അപ്പം അവയെ തകർക്കാതെ ഭീകരവാദത്തെ, അതായത് ക്രോസ് ബോർഡർ ടെററിസത്തെ നേരിടാൻ ഇന്ത്യക്ക് സാധിക്കില്ല. ഇപ്പോൾ പുൽവാമ സംഭവം ഉണ്ടായ സമയത്ത് ജോൺ ബോൾട്ടന്റെ ഒരു റെസ്പോൺസ് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇന്ത്യക്കുണ്ടെന്നാണ്. ഇന്ത്യൻ മണ്ണിലേക്ക് ഭീകരവാദികൾ കടന്നു വരുന്നതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശവും ഭാരതത്തിനുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു നടപടി ആയിട്ട് ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. അതല്ലാതെ പാകിസ്ഥാനുമായിട്ട് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യവുമില്ല. അത്തരമൊരു യുദ്ധം ഒരു കാരണവശാലും അഭിലഷണീയവുമല്ല. എന്നാൽ ഈ ടെററിസത്തിന്റെ ബ്രീഡിംഗ് സ്റ്റേഷനുകൾ അത് തകർക്കാതെ നമുക്ക് പോകാൻ സാധിക്കില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ബാറ്റ് എന്ന് പറയുന്ന ഒരു സവിശേഷ സംവിധാനം, ബോർഡർ ആക്ഷൻ ടീം, അതിൽ ഈ പരിശീലനം സിദ്ധിച്ച തീവ്രവാദികളെ മുൻനിർത്തി അവരുടെ പിന്നിൽ പാക് പട്ടാളത്തിന്റെ സപ്പോർട്ടോട് കൂടി അതിർത്തി കടത്തുന്ന ഒരു പ്രക്രിയയാണല്ലോ 1989 ശേഷം സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രക്രിയയെ സൈനികമായിട്ടും നേരിടേണ്ടി വരും, നയതന്ത്രപരമായിട്ടും നേരിടേണ്ടി വരും. ഇപ്പോൾ അതിൽ ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ, ഭീകരർ അവർ ഒരു ഇന്റർനാഷണൽ ഫിനോമിനൻ എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ ഭീകരരെ പരിശീലിപ്പിച്ച് അതിർത്തി കടത്തി വിടുന്ന ആ സംവിധാനത്തിനെതിരായിട്ട് ആഗോള അഭിപ്രായം രൂപപ്പെടുത്തണം. അത് ഏകദേശം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇന്നിപ്പോൾ ഈ ടെററിസത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്കൊപ്പമാണ്. അതേസമയം പാകിസ്ഥാനുമായിട്ട് ഒരു സാമ്പ്രദായികമായ യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള നയതന്ത്ര മുൻകരുതൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഈ വാർത്താ സമ്മേളനം, ഈ വാർത്ത ജനങ്ങൾക്ക് മുന്നിൽ, രാജ്യത്തിന് മുന്നിൽ, രാജ്യാന്തര തലത്തിൽ സമൂഹത്തിന് മുന്നിൽ ഇന്ത്യ വച്ചത് വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലൂടെയാണ്. അദ്ദേഹമാകട്ടെ വാർത്താ സമ്മേളനം നടത്തിയതല്ലാതെ അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചതല്ലാതെ അദ്ദേഹം ചോദ്യോത്തരങ്ങൾ സ്വീകരിച്ചതുമില്ല. അദ്ദേഹം പറഞ്ഞത് സൈനികേതര മുൻകരുതൽ നടപടി എന്നാണ്. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നയതന്ത്ര തലത്തിലെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണോ ഇതിനെ വിലയിരുത്തേണ്ടത്? തീർച്ചയായിട്ടും ഈ 2 മേഖലയിലും, സൈനികമായിട്ടും നയതന്ത്ര മേഖലയിലും ഒരേ സമയം ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് ഒരു നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകണം. അപ്പം ഇന്ത്യ പുൽവാമ ആക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നിരന്തരമായി ക്രോസ് ബോർഡർ ആക്രമണം ഉണ്ടാകുന്നു. അതിന് പാക് സൈന്യത്തിൻ്റെയും ISIയുടെയും പിന്തുണയുണ്ട്.
അപ്പോൾ പാകിസ്ഥാനെ അതുകൊണ്ട് ഈ ഭീകര സംഘങ്ങൾക്ക് കൊടുക്കുന്ന പിന്തുണ പാകിസ്ഥാൻ പിൻവലിക്കണം, അവർക്കെതിരെ നടപടിയെടുക്കണം. ആ ദിശയിലുള്ള പക്ഷേ അവിടുത്തെ സിവിലിയൻ സർക്കാരും പാക് സർക്കാരും ആ രൂപത്തിലൊരു ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് ടൈം മെഷർ എന്ന് പറയുന്നത് അതിർത്തി കടന്നുള്ള കൂടുതൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അങ്ങോട്ട് ആക്രമിക്കുക എന്നുള്ളത്. അതാണ് സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഒരു രൂപം. പക്ഷേ ഇത് ഭീകരതയെ നേരിടുന്ന കാര്യത്തിൽ ഇത്തരം സ്ട്രൈക്കുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സർക്കാരുകൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പം ബിൻ ലാദനെ കൊലപ്പെടുത്തിയത് അമേരിക്കയുടെ ഒരർത്ഥത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണല്ലോ. അപ്പം ഇത് പാക് അധിനിവേശ കാശ്മീരിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകരവാദ സംഘങ്ങളെ നേരിടാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല. പക്ഷേ ശ്രീ വിൻസെന്റ്, ഇത് മാത്രം മതിയോ അതിർത്തി കടന്നുള്ള ഈ ഭീകരവാദം ചെറുക്കുന്നതിന്? പ്രത്യേകിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ ഈ ഭീകരവാദം അവസാനിക്കുമെന്നുള്ള ഒരു പ്രതീതി ആണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് അവസാനിച്ചില്ല എന്ന് പിന്നീട് നടന്ന സംഭവങ്ങൾ, പുൽവാമ അടക്കമുള്ള ആക്രമണങ്ങൾ തെളിയിക്കുകയും ചെയ്തു. പാകിസ്ഥാനുമായി ചർച്ചയൊന്നുമില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും അതിനുശേഷം ഇത്തരത്തിൽ അവരെ കൂടി പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്തുകയും ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു വിപത്തിന് അറുതി വരുമോ? നമ്മൾ നയതന്ത്ര തലത്തിലുള്ള മറ്റു ശ്രമങ്ങൾ കൂടി തുടരേണ്ടതല്ലേ? തീർച്ചയായിട്ടും തുടരേണ്ട. താങ്കളുടെ അഭിപ്രായം 100% ശരിയാണ്. പിന്നെ ഈ വിഷയത്തിന് ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ പരിഹാരം കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ 2001 നോക്കൂ, 1941 പേൾ ഹാർബർ ആക്രമണത്തിന് ശേഷം അമേരിക്കൻ മണ്ണിൽ ആദ്യമായി യുദ്ധം എത്തിച്ചത് അൽ-ഖ്വയ്ദയാണല്ലോ. അൽ-ഖ്വയ്ദ താലിബാൻ കൂട്ടുകെട്ടാണ്. ആ താലിബാനുമായിട്ട് അമേരിക്ക ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. ഇപ്പം അപ്പോൾ അത് ഖത്തറിൽ വെച്ചിട്ട് താലിബാനുമായിട്ട് അമേരിക്ക ചർച്ച നടത്തുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ആ സമീപനം 100% പെശകാണ്. പാകിസ്ഥാനുമായിട്ടും ഭീകര സംഘങ്ങളായിട്ട് പോലും ചർച്ചയ്ക്കുള്ള സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ കൂടെ ഏതെല്ലാം തരത്തിലുള്ള മിലിറ്ററി ഓപ്ഷൻ സാധ്യമാണോ അതെല്ലാം എടുക്കണം. അപ്പോൾ സൈനിക നടപടികളും നയതന്ത്ര നടപടികളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴക്കമാണ് നമ്മൾ കാണിക്കേണ്ടത്. അതല്ലാതെ ഭീകരവാദം അവസാനിപ്പിച്ചിട്ട് ചർച്ചയാവാം എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് ഇനി ഒരു ചർച്ച ഈ നൂറ്റാണ്ടിൽ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ചർച്ചയുടെ വഴിക്ക് പോകണം. അതേസമയം നമ്മുടെ പൗരന്മാരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം, നമ്മുടെ കാശ്മീർ രാജ്യത്തിൻ്റെ അഖണ്ഡത നിലനിർത്തേണ്ട ഉത്തരവാദിത്വം സൈന്യത്തിനുണ്ട്. അത് നടപടികൾ സ്വീകരിക്കാനുള്ള എല്ലാ അവകാശവും ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് സൈനികമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ തന്നെ നയതന്ത്ര ഓപ്ഷൻ തുറന്നിടേണ്ടത് ഒരു ജനാധിപത്യ ഭരണകൂടം നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് താലിബാനുമായിട്ട് അമേരിക്കയ്ക്ക് ചർച്ചയാവാമെങ്കിൽ ഒരുപക്ഷെ ഭീകരവാദ സംഘടന പാകിസ്ഥാനുമായിട്ട് മാത്രമല്ല, അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഭീകരവാദ സംഘങ്ങളായിട്ട് പോലും ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണ്. പിന്നെ 3 തരത്തിൽ ഒരു സമയത്ത് പാക് സൈന്യം, മറ്റൊന്ന് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘങ്ങൾ, ഇപ്പോൾ കാശ്മീർ വാലിയിൽ പക്ഷേ ഇതിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം വരുന്ന യുവാക്കളെയൊക്കെ അവർക്ക് ആകർഷിക്കാൻ കഴിയുന്നുണ്ട്. അവരെ കാശ്മീരികളെ പൂർണ്ണമായും നമ്മുടെ കൂടെ നിർത്തി അവരെ വിശ്വാസത്തിലെടുത്ത് അവരുടെ ആശങ്കകൾ പരിഹരിച്ച് അവരെ ഇന്ത്യയുടെ ഭാഗമായി നിലനിർത്താനുള്ള സജീവമായ ഇടപെടൽ വേണം. അത് ആഭ്യന്തരമായി അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യുന്നതോടൊപ്പം ഭീകരരെ സൈനികമായി നേരിടുവാനും പാകിസ്ഥാനെ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ നേരിടുവാനുമുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ഈ പറഞ്ഞതുപോലെ കശ്മീരിൽ ഉള്ള പ്രാദേശികമായി ഈ ഭീകര സംഘടനകൾക്ക് കിട്ടുന്ന ഒരു പിന്തുണ അത് ഈ അടുത്ത കാലത്തായി ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ ഉണ്ടായ പുൽവാമ ആക്രമണം നടത്തിയത് പ്രാദേശികമായി തന്നെ അവിടെ ഉള്ള നാട്ടുകാരനായ തന്നെ യുവാക്കളെ ആകർഷിച്ച് അവരെ സ്വാധീനിച്ച് ഈ കൃത്യമായി സൈന്യത്തിന്റെ വഴിയൊക്കെ മനസ്സിലാക്കി എന്ന് ആണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ പ്രാദേശികമായ രീതിയിൽ കശ്മീരിലുള്ളവരെ വിശ്വാസത്തിലെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം എത്രത്തോളം വിജയം കണ്ടിട്ടുണ്ട്? ഈ ഭീകരാക്രമണമൊക്കെ കാണിച്ചു തരുന്നത് ഈ നയതന്ത്ര തലത്തിൽ ഇന്ത്യ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ആഭ്യന്തരമായി ഇത്തരം ശ്രമങ്ങളിൽ പരാജയപ്പെടുന്നു എന്നുള്ളതല്ലേ? ആഭ്യന്തര രംഗത്ത് നമ്മൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെ ഇവിടെ കാണേണ്ട ഒരു വസ്തുത, പുതിയ റിക്രൂട്ട്മെന്റ് ഉണ്ടാവുന്നു എന്നുള്ളത് അതൊരു യൂണിവേഴ്സൽ ഫിനോമിനനാണ്. എത്രയോ ബ്രിട്ടീഷ് കൗമാരക്കാരുള്ള യുവതികളും യുവാക്കളും IS-ൽ ചേർന്നു. അവരിപ്പോൾ തിരിച്ചു പോകാൻ വയ്യാണ്ട് നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ആഗോള തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വാർത്തയാണ്. അതുകൊണ്ട് ഒരു ചെറു ന്യൂനപക്ഷത്തെ ഇപ്പോഴും ഈ ഫണ്ടമെന്റലിസ്റ്റ്, അതായത് മത ഭീകരവാദ ദർശനത്തിൻ്റെ പിൻബലത്തിൽ റിക്രൂട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കാശ്മീരിലെ ഭൂരിപക്ഷവും ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഇതിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം, ഇപ്പം ജെയ്ഷെ മുഹമ്മദ് പോലെ
പോലെയുള്ള ഭീകര സംഘടനകൾ കാശ്മീരിനെ മോചിപ്പിച്ച് പാകിസ്ഥാനോട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ കാശ്മീർ വാലിയിലുള്ള പല തീവ്രവാദ സംഘടനകൾ അടക്കമുള്ളവർ, വിഘടനവാദി ഗ്രൂപ്പുകളൊക്കെ അവർ ഇന്ത്യയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ കൂടുതൽ ഓട്ടോണമിക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. അപ്പം അത്തരം ആളുകളോട് നമുക്കൊരു സംവാദത്തിന് സ്പേസ് ഉണ്ട്. അവരുടെ ആശങ്കകൾ പരിഹരിച്ച് ഇന്ത്യയുടെ രാഷ്ട്ര ശരീരമായി അവരെ കൂട്ടിച്ചേർക്കാൻ സാധിക്കും. അതേസമയം ഒരു വളരെ സൂക്ഷ്മ ന്യൂനപക്ഷം വരുന്ന ആളുകൾ അവരെ സൈനികമായിട്ട് നേരിടാതെ മറ്റു നിവൃത്തിയില്ല. അതോടൊപ്പം ഇപ്പൊ കാശ്മീർ ഫ്ലഡിന് ശേഷം പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യക്ക് അനുകൂലമായ വലിയൊരു വികാരം രൂപപ്പെട്ടിരുന്നു. ഇപ്പോൾ തന്നെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ അവരധികവും ഷിയാക്കളാണ്. ഈ പാകിസ്ഥാന്റെ സുന്നി തീവ്ര ദേശീയതയും മോരും മുതിരയും പോലെ നിൽക്കുന്നത്. അപ്പോൾ അവർ ഇന്ത്യക്ക് അനുകൂലമായ ഒരു പൊതുജനാഭിപ്രായം പോലും അവിടെ രൂപപ്പെട്ട് വരുന്നുണ്ട്, പ്രത്യേകിച്ച് സ്കർദു പോലെയുള്ള നഗരങ്ങളിൽ. അപ്പോൾ ഇത്തരം ഘടകങ്ങളൊക്കെ ഇന്ത്യക്ക് പോസിറ്റീവായിട്ട് വിനിയോഗിക്കാൻ സാധിക്കണം. കാശ്മീർ വാലിയിൽ പക്ഷേ തീർച്ചയായിട്ടും ജനാധിപത്യ പ്രക്രിയ തൃണമൂല തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയല്ലാതെ കാശ്മീരി യുവാക്കളെ, പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരെ ഇന്ത്യയുമായി കൂട്ടിയോജിപ്പിക്കാൻ ഒരു മാർഗവുമില്ല. അക്കാര്യത്തിൽ കൂടുതൽ സജീവമായ ഇടപെടൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഈ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കാശ്മീരികൾക്കെതിരായിട്ടുള്ള ഒരാക്രമണം ഉണ്ടായി. അതൊന്നും യഥാർത്ഥത്തിൽ പരിപൂർണമായി ഒഴിവാക്കേണ്ട ഒന്നാണ്. കാശ്മീരിന്റെ ടെറിട്ടറി മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടത്, കാശ്മീരികളും വേണമല്ലോ. കാശ്മീർ എന്ന് പറയുന്നത് കാശ്മീർ ടെറിട്ടറി മാത്രമല്ല, അവിടെ അധിവസിക്കുന്ന മുഴുവൻ മനുഷ്യരും കൂടിയാണ്. ആ ദിശയിലുള്ള ഒരു സമീപനം എടുക്കുന്നതിൽ അത് സ്വീകരിക്കണമെന്ന് മാത്രമല്ല, അത് പ്രയോഗത്തിൽ വരുത്താനുള്ള ഒരു നടപടി തീർച്ചയായിട്ടും വേണ്ടതാണ്. തിരിച്ചു വരാം. ശ്രീ ഡോക്ടർ PJ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ. അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നമുക്ക് അതിഥിയായി ഉണ്ട്. അദ്ദേഹം കൃത്യമായി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട്. TJ ശ്രീലാലൻ തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ. M ഉണ്ണി ദില്ലിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നു.